ഇനി നിങ്ങൾ കണ്ടോളൂ കേട്ടോ, ഞാൻ ഈ ഡിസ്പ്ലേ കുറച്ച് അടുത്ത് കാണിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാം ഞാൻ ഈ ഫോണിൽ എന്ത് മാറ്റം വരുത്തിയാലും അത് നേരെ നമ്മുടെ ഡിസ്പ്ലേയിൽ റിഫ്ലക്റ്റ് ആവുന്ന കാണാം. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡിസ്കവറി ക്രോണിക്കിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും ഫോൺ ഉപയോഗിക്കുന്നവരാണ്. നമുക്കറിയാം ഫോൺ ഇടയ്ക്കിടയ്ക്ക് ചാർജ് ചെയ്തുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ ചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫോൺ യൂസ് ചെയ്യാനും പറ്റില്ല, കാരണം ബാറ്ററിക്ക് കംപ്ലൈന്റ് ആണ്. അപ്പൊ നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു പ്രാക്ടീസ് ഉണ്ട്, അതായത് ഉറങ്ങുന്ന സമയത്ത് നൈറ്റ് ടൈമിൽ നമ്മൾ ഫോൺ ചാർജ് ചെയ്തിട്ട് കിടന്നുറങ്ങും. അപ്പൊ ഇതിനൊരു പ്രശ്നമുണ്ട്, അതായത് ഫോൺ ഫുൾ ചാർജ് ആയി കഴിഞ്ഞാലും ചാർജർ ഓൺ ആയി തന്നെ ഇരിക്കും. അത് ഫോണിന്റെ ബാറ്ററിക്ക് കേടാണ്. എന്നാൽ ചില സ്മാർട്ട് ഫോണുകളിൽ ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ ചാർജിങ് ഓഫ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഇപ്പോൾ വരുന്നുണ്ട്. പക്ഷെ ഇതിലും ഒരു പ്രശ്നമുണ്ട്, അതായത് നമ്മുടെ ഫോണിന്റെ ബാറ്ററി ലെവൽ 1% ഇറങ്ങാൻ എത്ര സമയം വേണം നമുക്കറിയാം. വളരെ നിസ്സാര സമയം കൊണ്ട് തന്നെ 1% ബാറ്ററി ലെവൽ താഴേക്ക് പോകും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ ചാർജർ വീണ്ടും ഓൺ ആവും, അതിനുശേഷം ഫുൾ ആകുമ്പോൾ വീണ്ടും ഓഫ് ആവും. ഈ പ്രോസസ്സ് നൈറ്റ് ഫുൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇങ്ങനെ ആവുന്നത് നമ്മുടെ ബാറ്ററിയുടെ ലൈഫ് ടൈമിനെ കാര്യമായിട്ട് തന്നെ ബാധിക്കും. അപ്പോൾ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം എന്ന നിലയിൽ നമ്മളൊരു ഡിവൈസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഡിവൈസ്. ഇതൊരു ബ്ലൂടൂത്ത് ടൈമറാണ്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നും അതുപോലെ ഇത് ഉണ്ടാക്കാൻ എന്തെല്ലാം ആവശ്യമാണെന്ന് നമുക്ക് നോക്കാം. ഇതൊരു അർഡിനോ പ്രോജക്റ്റാണ്. അപ്പോൾ OBUSൽ നമുക്കൊരു അർഡിനോ ബോർഡ് വേണം. അതുപോലെ ബ്ലൂടൂത്തുമായി കണക്ട് ചെയ്യാൻ ഒരു ബ്ലൂടൂത്ത് മൊഡ്യൂൾ വേണം. പിന്നെ ടൈം ഡിസ്പ്ലേ ചെയ്യാനായി നമുക്കൊരു LCD ഡിസ്പ്ലേ വേണം. പിന്നെ ഒരു റിലേ, അതുപോലെ ഒരു പുഷ് ടു ഓൺ സ്വിച്ചും ഒരു ഓൺ ഓഫ് സ്വിച്ചും വേണം. പിന്നെ കുറച്ച് റെസിസ്റ്ററും കപ്പാസിറ്ററും അതുപോലെ ഡയോഡും നമുക്ക് ആവശ്യമാണ്. അതുപോലെ പവർ സപ്ലൈക്കായി നമ്മളൊരു ചെറിയ 12 വോൾട്ടിൻ്റെ ട്രാൻസ്ഫോമറാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ നമ്മുടെ ഡിവൈസിൻ്റെ ഔട്ട്പുട്ട് സപ്ലൈയിൽ കണക്ട് ചെയ്യാനായി ഞാനിവിടെ 2 സോക്കറ്റുകൾ എടുത്തിട്ടുണ്ട്. അതുപോലെ ഇൻപുട്ട് സപ്ലൈ കണക്ട് ചെയ്യാനായി ഒരു 2-പിൻ കോഡും എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം പർച്ചേസ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഈ രീതിയിലാണ് ഇതെല്ലാം കണക്ട് ചെയ്യേണ്ടത്. ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്ത് ബോറടിപ്പിക്കുന്നില്ല. ഈ കണക്ഷൻ ഡയഗ്രം അതുപോലെ തന്നെ അർഡിനോയിൽ ഉപയോഗിക്കേണ്ട കോഡും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതെല്ലാം ഇതുപോലെ ഒരു ബോക്സിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഔട്ട്പുട്ട് പ്ലഗ്, ഡിസ്പ്ലേ, അതുപോലെ ഓൺ ആക്കാനുള്ള സ്വിച്ച്, അതുപോലെ LCDയിലെ ബാക്ക് ലൈറ്റ് ഓൺ ആക്കാൻ ഓഫ് ആക്കാനുള്ള സ്വിച്ച് എല്ലാം കാണാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ 12 വോൾട്ടിൻ്റെ ട്രാൻസ്ഫോമർ. അതുപോലെ ഇതാണ് അർഡിനോ യുനോ ബോർഡ്, ഇത് ബ്ലൂടൂത്ത് മൊഡ്യൂള്. അപ്പോൾ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇതാണ് നമ്മുടെ LCD ഡിസ്പ്ലേ. അതുപോലെ നമ്മുടെ ഡിവൈസ് ഓൺ ആക്കാനുള്ള സ്വിച്ച് ഇതാണ്. പിന്നെ നമ്മുടെ LCD ഡിസ്പ്ലേയുടെ ബാക്ക് ലൈറ്റ് ഓൺ ആക്കാൻ ഓഫ് ആക്കാനുള്ള സ്വിച്ച് ഇതാണ്. പിന്നെ ഇവിടെ ഞാൻ റിലേയും അതിൻ്റെ ഡ്രൈവർ സർക്യൂട്ടും എല്ലാം സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് പ്ലഗ്, നമ്മുടെ ഫോണിൻ്റെ ചാർജറും അതുപോലെയുള്ള നമ്മൾ കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ലോഡെല്ലാം ഇവിടെ കണക്ട് ചെയ്യാം. അപ്പോൾ ഓരോരോ കണക്ഷനും പറഞ്ഞാൽ നിങ്ങളെ ബോറടിപ്പിക്കണില്ല. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ഈ കണക്ഷൻ ഡയഗ്രം നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ Instagram ID മെസ്സേജ് അയക്കുകയോ ചെയ്ത് ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യാം. അപ്പോൾ അടുത്തായി നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ വർക്കിംഗ് കാണിച്ചു തരാം. അപ്പോൾ നമ്മളുണ്ടാക്കിയ ബ്ലൂടൂത്ത് ടൈമർ ഓൺ ആക്കാനായിട്ട് നമ്മുടെ വീട്ടിലെ പ്ലഗിൽ നിന്നുള്ള കണക്ഷൻ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡിവൈസിൻ്റെ ഇൻപുട്ട് കണക്ഷൻ ഞാൻ ഇതിൽ കണക്ട് ചെയ്യാണ്. ഇനി ഔട്ട്പുട്ട് സോക്കറ്റിൽ ഇതുപോലെ ഒരു മൊബൈൽ ചാർജറാണ് ഞാൻ കണക്ട് ചെയ്യുന്നത്. ഈ ചാർജറിൽ ഞാൻ എൻ്റെ മൊബൈൽ ഫോൺ കണക്ട് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ മൊബൈൽ ഫോൺ നിങ്ങൾക്ക് കാണാനായിട്ട് ഞാൻ ഇവിടെ വെക്കാം. ഇനി നമ്മുടെ ഡിവൈസ് നമുക്ക് ഓണാക്കി നോക്കാം. ഇതിനായിട്ട് ഞാൻ പവർ ബട്ടൺ പ്രസ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം LCD ഡിസ്പ്ലേ ഓൺ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോണിൽ ചാർജിങ് LED ഓൺ ആയിട്ടുണ്ട്. ഡിസ്പ്ലേ ഞാൻ കുറച്ചുകൂടെ എടുത്ത് കാണിക്കാം. അപ്പോൾ ഡിസ്പ്ലേയിൽ നിങ്ങൾക്ക് സെറ്റ് ടൈം കാണാം. നമ്മളിവിടെ ടൈം സെറ്റ് ചെയ്യാൻ പോകുന്നത് ഫോണിൻ്റെ ബ്ലൂടൂത്ത് ഉപയോഗിച്ചിട്ടാണ്. ഇതിനായി ഫോണിലൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ കണക്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഫോണിൽ ബ്ലൂടൂത്ത് ഓൺ ആക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആപ്പ്. ഇത് ഞാൻ ഓപ്പൺ ആക്കി. അപ്പോൾ ഇവിടെ ഏറ്റവും മുകളിൽ സെലക്ട് ബ്ലൂടൂത്ത് എന്ന് കാണുന്ന ഈ സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫോണിലുള്ള എല്ലാ ബ്ലൂടൂത്ത് കണക്ഷൻസ് ഇവിടെ കാണിക്കും. അതിൽ HC05 എന്ന് പറയുന്നത് നമ്മുടെ ഡിവൈസ്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോണായിട്ട് ഡിവൈസ് പെയറായി. ഇനി നിങ്ങൾ കണ്ടോളൂ കേട്ടോ, ഞാൻ ഈ ഡിസ്പ്ലേ കുറച്ച് അടുത്ത് കാണിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാം ഞാൻ ഈ ഫോണിൽ എന്ത് മാറ്റം വരുത്തിയാലും അത് നേരെ നമ്മുടെ ഡിസ്പ്ലേയിൽ റിഫ്ലക്റ്റ് ആവുന്ന കാണാം. അപ്പോൾ നമ്മളിങ്ങനെ വയർലെസ്ലി ആണ് നമ്മൾ ടൈം സെറ്റ് ചെയ്യാൻ പോകുന്നത് ഇതിൽ. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു 15 സെക്കൻഡ് ഞാനിവിടെ സെറ്റ് ചെയ്യാം. അപ്പോൾ ടൈം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റാർട്ട് എന്നുള്ളടത്ത് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാം കൗണ്ട് ഡൗൺ പോകുന്ന കാണാം. നമ്മുടെ ആപ്പിലും കാണാം, അതുപോലെ തന്നെ ഡിസ്പ്ലേയിലും കാണാം.
നമുക്ക് ആപ്പ് വേണമെങ്കിൽ എക്സിറ്റ് ചെയ്ത് കളയാം, എന്നാലും ഡിസ്പ്ലേയിൽ മാറ്റമൊന്നും വരുന്നില്ല. അപ്പോൾ നമ്മൾ ഡിസ്പ്ലേയിൽ കൗണ്ട് ഡൗൺ പോയിക്കൊണ്ടിരിക്കുകയാണ്. 0 എത്തുമ്പോൾ എന്താ ഉണ്ടാവണമെന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ ഞാൻ ഇങ്ങനെ ഗുഡ് ബൈ എന്ന് പറഞ്ഞ ടെക്സ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡിവൈസ് ഓഫായി. നിങ്ങൾക്ക് ചാർജറും ഓഫായത് കാണാം. അപ്പോൾ നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ഇതിൽ ടൈം സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 2 മണിക്കൂർ ടൈം സെറ്റ് ചെയ്തിട്ട് നമ്മുടെ ഫോൺ ചാർജറിൽ കണക്ട് ചെയ്ത് നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ 2 മണിക്കൂർ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ചാർജർ ഓഫാവും. അതുപോലെ തന്നെ ഫോൺ ചാർജർ മാത്രമല്ല, ഈ സോക്കറ്റുകളിൽ നമ്മൾ എന്ത് കണക്ട് ചെയ്താലും അത് അത്ര സമയം വർക്ക് ചെയ്യും. ഫോർ എക്സാമ്പിൾ നമുക്കൊരു ടേബിൾ ഫാൻ ഉണ്ടെങ്കിൽ നമുക്കത് കണക്ട് ചെയ്യാം. കാരണം ചിലപ്പോൾ നമുക്ക് ഉണർന്നെഴുന്നേൽക്കുന്ന സമയത്ത് ടേബിൾ ഫാനിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉറങ്ങുന്ന സമയം മാത്രം ഇതിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എഴുന്നേൽക്കുന്ന സമയമാകുമ്പോഴേക്കും ടേബിൾ ഫാൻ ഓഫ് ആയിക്കോളും. അതുപോലെ നമ്മുടെ ലാപ്ടോപ്പ് ചാർജർ, അങ്ങനെ എന്തും നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ മൊബൈൽ ചാർജറിന് പകരം എൻ്റെ കയ്യിലുള്ള ഈ റീചാർജബിൾ ബാറ്ററിയുടെ ചാർജർ കണക്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാനിത് നമ്മുടെ ഔട്ട്പുട്ട് സോക്കറ്റിൽ വെക്കുകയാണ്. ഇപ്പം നമ്മുടെ ഫോണും ഡിവൈസും തമ്മിൽ യാതൊരു വയേർഡ് കണക്ഷനും ഇല്ല. നേരത്തെ ചാർജിങ് കേബിൾ ഉണ്ടായിരുന്നു, അപ്പോൾ ചിലർക്ക് സംശയം ഉണ്ടായിരിക്കാം. അപ്പോൾ ഞാൻ ഡിവൈസ് ഓൺ ആക്കുകയാണ്. നമ്മുടെ LCD ഡിസ്പ്ലേ കാണാം, അതുപോലെ തന്നെ നമ്മുടെ ബാറ്ററി ചാർജറിൽ ഇൻഡിക്കേഷൻ കാണാം. ഇനി ഞാൻ ഫോണിൽ നമ്മുടെ ആപ്പ് ഓപ്പൺ ആക്കി ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാണ്. ഇത്തവണ ഞാൻ 1 മിനിറ്റ് ടൈം സെറ്റ് ചെയ്യാം. ഡിസ്പ്ലേയിൽ 1 മിനിറ്റ് കാണാം. ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഫോണിലും ഡിസ്പ്ലേയിലും ഒരേപോലെ കൗണ്ട് ഡൗൺ പോകുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഞാൻ ആപ്പ് എക്സിറ്റ് ചെയ്യാണ്. ഇനി ഞാൻ ഈ ഡിസ്പ്ലേയുടെ ബാക്ക് ലൈറ്റ് ഓൺ ഓഫ് സ്വിച്ച് എന്തിനാണെന്ന് പറഞ്ഞുതരാം. അതായത് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ഈ ഡിവൈസ് ഓൺ ആക്കി വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഈ ഡിസ്പ്ലേയുടെ ബാക്ക് ലൈറ്റ് അരോചകമായി തോന്നാം. അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഇത് ഓഫാക്കി വെക്കാം. നിങ്ങൾക്ക് കാണാം, ഇത് ഓഫാക്കിയത് കൊണ്ട് ഓൺ ആക്കിയത് കൊണ്ട് നമ്മുടെ ഡിസ്പ്ലേയുടെ പ്രവർത്തനത്തിലോ അല്ലെങ്കിൽ കൗണ്ട് ഡൗണിലോ മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ നമ്മൾ കൗണ്ട് ഡൗൺ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളിത് ഓഫാക്കിയാലും നമ്മുടെ കൗണ്ട് ഡൗണിൽ യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതൊരു എനർജി എഫിഷ്യൻറ്റ് ഡിവൈസാണ്. കാരണം കൗണ്ട് ഡൗൺ 0-ലെത്തി ഡിവൈസ് ഓഫായി കഴിഞ്ഞാൽ ഇതിൽ കണക്ട് ചെയ്തിരിക്കുന്ന ലോഡ് മാത്രമല്ല, ഈ ഡിവൈസ് തന്നെയും കംപ്ലീറ്റ്ലി ഓഫ് ആവുന്നതിനാൽ ആബ്സല്യൂട്ട്ലി 0 വാട്ടേജ് കൺസപ്ഷനാണ് ഈ ഡിവൈസ് ഓഫായിരിക്കുമ്പോൾ ഉള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള പുതിയ വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെന്ന് ഉറപ്പുവരുത്തുക.